നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ UDF വൻ വിജയം നേടിയതോടെ കരുത്തനായത് VD സതീശനാണ്. ഇപ്പോൾ VD സതീശൻ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവാണ്. എന്നാൽ സതീശനെ അങ്ങനെ ഒരു നേതാവാക്കി വളർത്താൻ കഴിയില്ലെന്നും അത് തങ്ങൾക്ക് അപകടകരമായി ഭവിക്കുമെന്നും UDFിലെയും കോൺഗ്രസിലെയും ഉന്നത നേതാക്കൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി വീണ്ടും സതീശനെതിരെ ഒരു വലിയ നിര കോൺഗ്രസിൽ ഒരുങ്ങുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ നിര സതീശനെ ഇനി അങ്ങനെ അങ്ങ് മുകളിലേക്ക് വിടില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ്. PV അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരണ്ട, പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് PV അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരണ്ട എന്ന ഉറച്ച നിലപാട് കൈക്കൊണ്ടത് VD സതീശൻ തന്നെയായിരുന്നു. സതീശൻ്റെ ആ നിലപാടിനെതിരെ ലീഗ് പോലും രംഗത്ത് വന്നിട്ടും അദ്ദേഹം കുലുങ്ങിയില്ല. ഇതാദ്യമായാണ് മുസ്ലിം ലീഗിനെതിരെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ശക്തമായ നിലപാടെടുക്കുന്നത്. PV അൻവറിനെ UDFിൽ കൊണ്ടുവരണമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കം ആവശ്യപ്പെട്ടെങ്കിലും VD സതീശൻ വഴങ്ങാൻ തയ്യാറായില്ല. എന്നാൽ അതുകൊണ്ട് ഗുണമുണ്ടായെന്നാണ് കോൺഗ്രസിൻ്റെ പക്ഷം, സതീശനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആര്യാണ ഷൗക്കത്തിന് ലഭിച്ചത് PV അൻവർ ഇല്ലാതെയാണ്. PV അൻവർ ഇല്ലാതെ 11,000 വോട്ട് പിടിച്ച് അല്ലെങ്കിൽ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഷൗക്കത്തിന് നേടാൻ കഴിഞ്ഞത് പിണറായി വിരുദ്ധ തരംഗത്തിൻ്റെ സൂചനയാണെന്നും ഇതാണ് സതീശൻ നേരത്തെ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞെടുത്ത് കാര്യങ്ങൾ വന്നുവെന്നുമാണ് സതീശനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് യുവ നേതാക്കൾ പറയുന്നത്. യുവ നേതാക്കളെ നിലമ്പൂരിലേക്ക് ഇറക്കിക്കൊണ്ട് വലിയ ഒരു തന്ത്രത്തിനാണ് VD സതീശൻ രൂപം കൊടുത്തത്. ആ തന്ത്രം ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഏതായാലും സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ കയറ്റിവിടാൻ തങ്ങൾ ഒരുക്കമല്ലെന്നുള്ള സൂചനയാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ ഒരു പ്രസ്താവന വന്നത് ഇത് നമ്മൾ കൂട്ടി വായിക്കണം. നിലമ്പൂരിലെ വിജയം UDFിൻ്റെ ഒത്തൊരുമയുടെ വിജയമാണ്, അത് കേവലം ഒരാളുടെ വിജയമല്ല. കേവലം ഒരാളുടെ വിജയമല്ല എന്ന് അർത്ഥമാക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ അണികളും നേതാക്കളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചിട്ടാണ് ആര്യാണ ഷൗക്കത്ത് നിലമ്പൂരിൽ 11,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. അപ്പോൾ ഒരാൾ മാത്രമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കണ്ട എന്നും UDFിന് മൊത്തത്തിലാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്നുമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സതീശനെ ഇത്തരം കാര്യങ്ങളിൽ സതീശൻ മാത്രം ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ആ പരിപാടി ഇനി വേണ്ടെന്നും തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കൂട്ടായ്മയുടെ വിജയമാണെന്നുമാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, VD സതീശനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെയും വലിയ നേതാവായി അല്ലെങ്കിൽ ഒരു ഉന്നത ലീഡറായി അവതരിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസിൽ തന്നെ മുറിമുറുപ്പ് ഉണ്ടായിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള മുറിമുറുപ്പുണ്ടായിരുന്നു. കാരണം തങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ പ്രതിപക്ഷ നേതാവ് സ്വന്തം നിലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ആരോപണം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അടൂർ പ്രകാശിൻ്റെയും KC വേണുഗോപാലിൻ്റെയൊക്കെ നിലപാട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും സതീശനെ അങ്ങനെ അത്രയ്ക്ക് മുകളിലേക്ക് വിടണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് KC വേണുഗോപാലിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ സൂക്ഷ്മമായിരുന്നു ഈ നിലമ്പൂർ വിജയത്തെക്കുറിച്ച്. എല്ലാ UDFിൻ്റെ എല്ലാ അണികൾക്കും എല്ലാ നേതാക്കൾക്കും ഇതിൽ പങ്കിടുന്നുള്ള സൂചനയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KC വേണുഗോപാൽ നൽകിയത്. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തും അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ സതീശൻ പറയുന്നത് മാത്രം നടത്തിക്കൊണ്ടുപോയി UDFിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്നും UDFിൻ്റെ വിജയങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു വിജയമാണെന്നുമെന്നും വരുത്തി തീർക്കാനാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നത്.